നാട്ടികയിൽ അപകടം നടന്ന സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവർ സന്ദർശിച്ചു. 5 പേരാണ് മരിച്ചതെന്നും പരിക്കേറ്റ 6 പേരിൽ 2 ആളുടെ നില അതീവ ഗുരുതരമാണെന്നും കളക്ടർ പറഞ്ഞു. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത്. അതിൽ 2 പേരുടെ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി മരിച്ചവരുടെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും. അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നത്. പ്രാഥമികമായിട്ട് പാലക്കാട് ഗോവിന്ദപുരത്താണ്. മറ്റേ ബന്ധുക്കളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വരും. തുടർന്ന് അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവർ ചെറിയ ജോലികളായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതാണല്ലോ. എങ്ങനെയാണ് പ്രാഥമികമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പാലക്കാട് നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിട്ട് നടപടികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. ഈ മദ്യപിച്ച് ഇത്രയും ദൂരം 200 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗൗരവമായ നിയമ നടപടി അത് തന്നെയാണ്. മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഡ്രൈവറും വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. അപ്പം ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ ഇന്ന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കും. അതിനുള്ള നാട്ടിലെത്തിക്കും. അവർ ഓരോരുത്തർ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇപ്പോൾ നിലവിലെ കേസ് 304 അനുസരിച്ചാണ്. അത് പോലീസ് അത് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ആശുപത്രിയിലുള്ളവരുടെ ചികിത്സയ്ക്ക് കൂടുതൽ കാരണം വേറെ ആരും ഇല്ലല്ലോ. അതിൻ്റെ കാര്യത്തിൽ എങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. മെഡിക്കൽ കോളേജിലാണ്. അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്നും മദ്യലഹരിയിലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞു. മാഹി ഭാഗത്തു നിന്നാണ് ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മരത്തടികൾ എടുത്തുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് പോകുന്ന വണ്ടിയായിരുന്നു. മാഹി ഭാഗത്ത് എവിടെയോ വെച്ച് മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇതിൽ ഡ്രൈവറുണ്ടായിരുന്നു, ഡ്രൈവറോടൊപ്പം ക്ലീനറുണ്ടായിരുന്നു. 2 പേരും കസ്റ്റഡിയിലുണ്ട്. 2 പേരും മെഡിക്കൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻ കേസുകളിൽ ഉള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ വിവരം മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു മദ്യലഹരിയിൽ കൊണ്ട് കുറച്ചും കൂടി വിശദമായി ചോദിക്കേണ്ടതുണ്ട്. ദൃക്സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ 1 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇവരെ കണ്ട ദൃക്സാക്ഷികളെ കുറച്ചും കൂടി കാണേണ്ടിയുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടിയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും കമ്മീഷണർ പറഞ്ഞു.